നരേന്ദ്രമോദി മാറണം, പകരം കോൺഗ്രസുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണ് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷികളിൽ മിക്കവാറും പേർ പറയുന്നത്. ബിജെപിയും കോൺഗ്രസുമല്ലാത്ത പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിനിധികൾ പാർലമെന്റിലുണ്ടാകണമെന്ന് അവർ പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കോൺഗ്രസായി ജയിച്ചു വരുന്നവർ അതിനുശേഷം ബിജെപിയായി മാറുന്ന പ്രവണത വ്യാപകമാവുന്നതാണ്. അതായത് ബിജെപി വരാതിരിക്കണമെന്ന് കരുതുന്നവർ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് അതിനേക്കാൾ വലിയ വിനയാകും. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 80 ജനപ്രതിനിധികളെ ബിജെപിക്ക് സംഭാവന ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് വിമർശനം ഉന്നയിക്കുന്നവരുടെ ആക്ഷേപം. രണ്ടാമത്തെ കാര്യം, പല വിഷയങ്ങളിലും പുറത്ത് വാദപ്രതിവാദം നടക്കുമെങ്കിലും അകത്ത് രണ്ട് പാർട്ടികളുടെയും സമീപനം ഒന്നു തന്നെ എന്നതാണ്. ഈ ആക്ഷേപം ശരിവെക്കുന്നതാണ് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ. കോൺഗ്രസുകാരുടെ ഈ ഇരട്ടത്താപ്പിന്റെ അവസാനത്തെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം റഫാൽ കേസിലെ ആരോപിതൻ അനിൽ അംബാനിക്ക് വേണ്ടി കോൺഗ്രസ് നേതാവും സീനിയർ അഭിഭാഷകനുമായ കപിൽ സിബൽ കോടതിയിലെത്തിയത്. അതിലെ രസകരമായ സംഗതി എന്തെന്ന് വച്ചാൽ, കഴിഞ്ഞ ദിവസവും അനിൽ അംബാനിയെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ അർമാദിച്ച ശേഷമാണ് പിറ്റേന്ന് ഇരുട്ടി വെളുത്തപ്പോൾ അതേ അനിൽ അംബാനിയെ രക്ഷപ്പെടുത്താനായി ഈ കപിൽ സിബൽ എന്ന കോൺഗ്രസ് നേതാവ് കോട്ടുമിട്ട് രംഗത്തിറങ്ങിയത്. ഒരു വശത്ത് ആരോപിതരായ മുതലാളിമാരെ ജനങ്ങൾക്കൊപ്പമെന്ന് കാണിക്കാൻ പരസ്യമായി വിമർശിക്കുകയും രഹസ്യമായി അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന രീതി കാലങ്ങളായി കോൺഗ്രസ് നടപ്പാക്കി വരുന്ന ഇരട്ടത്താപ്പാണ്. ചിദംബരം ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ സർക്കാരിന്റെ കണ്ണായ സ്ഥാനത്തിരുന്ന് ചെയ്തതും ഇത് തന്നെയാണ്. അനിൽ അംബാനിയുടെ റിലയൻസ് കമ്പനി സ്വീഡിഷ് കമ്പനിയായ എറിക്സന് നൽകാനുള്ള 550 കോടി രൂപ തിരിച്ചു കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധിയുണ്ടായിരുന്നു. 2018 ഡിസംബർ 15-നകം റിലയൻസിനോട് കടബാധ്യത തീർക്കണമെന്നായിരുന്നു കോടതി നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ 60 ദിവസത്തെ സമയം കൂടി നൽകണമെന്നായിരുന്നു റിലയൻസിന്റെ ആവശ്യം. പക്ഷേ അത് കൊടുക്കാൻ ഇതുവരെ അനിൽ അംബാനി തയ്യാറായിട്ടില്ല. പകരം 45,000 കോടി രൂപയോളം കടബാധ്യതയുണ്ട്. അത് തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തങ്ങളെ പാപ്പരായി കണക്കാക്കണമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം അവർ കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. പണമില്ലെന്നും പറഞ്ഞ് കോടതിയെ കബളിപ്പിച്ച് മുന്നോട്ടു പോകുന്ന ഈ അനിൽ അംബാനിയുടെ ധൈര്യം അദ്ദേഹത്തിന്റെ അടുത്ത ചങ്ങാതി പ്രധാനമന്ത്രിയാണ് എന്നുള്ളതാണ്. ഇതിനെതിരെ ആക്ഷേപം തന്നെ ഉയർന്നിട്ടുണ്ട്. അങ്ങനെ പണമടയ്ക്കാതെ നടക്കുന്ന അനിൽ അംബാനിക്കെതിരെയുള്ള കോടതിയലക്ഷ്യ കേസാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ എത്തിയതും അംബാനിക്ക് വേണ്ടി കപിൽ സിബൽ ഹാജരായതും. അവിടെ എറിക്സന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ദുഷ്യന്ത് ദേവ പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചു. എറിക്സന് 550 കോടി നൽകാൻ കയ്യിൽ കാശില്ലെന്ന് പറയുന്ന അനിൽ അംബാനിക്ക് റഫാൽ കരാറിൽ നിക്ഷേപിക്കാനുള്ള കാശ് എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? അവർക്ക് റഫാലിന് കാശുണ്ട്. എന്നാൽ എറിക്സന് കൊടുക്കാനുള്ള 550 കോടി രൂപ നൽകി സുപ്രീം കോടതി വിധി അനുസരിക്കാൻ സാധ്യമല്ല. ഇത് എവിടത്തെ ന്യായമെന്നാണ് എറിക്സന്റെ അഭിഭാഷകൻ ചോദിക്കുന്നത്. ജനങ്ങളും ഇതിന് സമാനമായ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. കടം തിരിച്ചു കൊടുക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത പാപ്പരാണെന്ന് സ്വയം പറയുന്ന അനിൽ അംബാനിയെ കൊണ്ട് തന്നെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായുള്ള യുദ്ധവിമാനം ഉണ്ടാക്കണമെന്ന് നരേന്ദ്രമോദിക്കും ബിജെപിക്കും എന്താണ് ഇത്ര പിടിവാശി? പക്ഷെ ഇതൊന്നും വകവയ്ക്കാൻ അനിൽ അംബാനി തയ്യാറായിട്ടില്ല. കോടതി അലക്ഷ്യം പോയിട്ട് ഒരു ഇഞ്ചക്ഷൻ നൽകാനുള്ള വകുപ്പ് പോലും ഈ വിഷയത്തിൽ ഇല്ലെന്നായിരുന്നു റിലയൻസിന് വേണ്ടി ഹാജരായ മറ്റൊരു സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് മുഗൾ തെഹാനിയുടെ വാദം. എന്തായാലും കോടതിയലക്ഷ്യ കേസിന്റെ വിധി കോടതി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് RF നരിമാൻ, വിനീത് സരൺ എന്നിവരുടെ ബെഞ്ചായിരുന്നു വാദം കേട്ടത്. ഒരു വശത്ത് ബിജെപിയും മറുവശത്ത് കോൺഗ്രസും രക്ഷിക്കാനുള്ളപ്പോൾ അനിൽ അംബാനി ഈ കേസിലും പൂ പോലെ രക്ഷപ്പെടുമെന്നുള്ളത് സാരം. അഴിമതിയും ശിങ്കിടി മുതലാളിത്തവും ഇന്ത്യയുടെ രാജ്യ താൽപര്യത്തിന് പോലും ഭീഷണിയായിരിക്കുകയാണെന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ വെളിവാകുന്നത്. ബിജെപിയെ ഒഴിവാക്കി കോൺഗ്രസ് ഇതര പാർട്ടികൾക്ക് നിർണായക സ്വാധീനമുള്ള സർക്കാർ അധികാരത്തിൽ വരണമെന്ന പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ വാദത്തിന് പ്രസക്തി വരുന്നത് ഈ സാഹചര്യത്തിലാണ്. ഇതുപോലുള്ള ഇരട്ടത്താപ്പുകളെ ചോദ്യം ചെയ്യാനെങ്കിലും മുഖ്യധാര പാർട്ടികളല്ലാത്ത കൂടുതൽ അംഗങ്ങൾ പാർലമെന്റിൽ ഉണ്ടായേ മതിയാകൂ എന്നും പറയേണ്ടി വരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.